ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉണ്ട്. സനോജ്, ഈ ഒരു പ്രതിഷേധം അതിനെങ്ങനെയാണ് ഡിവൈഎഫ്ഐ കാണുന്നത്? ഡിവൈഎഫ്ഐ കേരളം മുഴുവൻ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമായി കാണാൻ വേണ്ടി കഴിയില്ല. ഇത് വളരെ ആസൂത്രിതമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആഹ്വാനപ്രകാരം നടത്തിയിട്ടുള്ള ഒരു കൊട്ടേഷൻ പ്രവർത്തനമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാനമനുസരിച്ച് നടത്തിയിട്ടുള്ള ഈ കൊട്ടേഷൻ പ്രവർത്തനത്തെ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. ഇത് സമരമായി കാണാൻ വേണ്ടി കഴിയില്ല. ഇത് വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഗുണ്ട ആക്രമണം മാത്രമായിട്ടേ കാണാൻ പറ്റൂ. ഈ ഗുണ്ടകളെ നിലക്ക് നിർത്താൻ ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. KSU പറയുന്നത് വീണ ജോർജ് അഭിനയിക്കുകയാണ്, ഓസ്കാർ നൽകണം എന്നതാണ്. അങ്ങനെ ഒരു വീണ ജോർജിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ്. അല്ല, വീണ ജോർജ് കടുത്ത ആക്രമണം ഏറ്റുവാങ്ങിയിട്ട് ഇപ്പോൾ ICUവിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ആളുകൾ ഇവിടെ വന്ന് സന്ദർശിച്ചു നോക്കണം. എന്താണ്, അഭിനയമാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വന്ന് പരിശോധിക്കണം. ഇവിടെ ഇപ്പം മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുമല്ലോ. ഞങ്ങളൊരു കള്ളവും പറഞ്ഞിട്ടില്ല. വീണ ജോർജ് പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പോവാനുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാൻ നോക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. യാതൊരു വിധത്തിലുള്ള എന്തെങ്കിലും ആസൂത്രണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്? അവരല്ലേ ആസൂത്രിതമായിട്ട് ആക്രമണം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇത് സമരമായി കാണാൻ വേണ്ടി കഴിയില്ല. ഇത് വി ഡി സതീശന്റെ ഗുണ്ടകളുടെ ആക്രമണം മാത്രമായി കാണാൻ വേണ്ടി കഴിയൂ. ഈ ഗുണ്ടായുസത്തെ കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി നേരിടും. അതിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ഡിവൈഎഫ്ഐ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ്? സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധ പരിപാടികൾ ഇനിയും തുടരും. ഞങ്ങൾ അതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘം തന്നെ പ്രവർത്തിക്കുന്നു. ആ ഗുണ്ടാ സംഘമാണ് വീണ ജോർജിനെതിരെ ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയത് എന്നതാണ് ഡിവൈഎഫ്ഐ CPM പ്രധാനമായും ആരോപിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധം പ്രഭാത് ജംഗ്ഷൻ, കണ്ണൂരിലെ പ്രഭാത് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്. CPMന്റെ സംസ്ഥാന സമിതി അംഗം P ജയരാജനുണ്ട്. മറ്റ് നേതാക്കൾ DYFIയുടെയും CPMന്റെയും നേതാക്കൾ അടക്കമുണ്ട്. അവരൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. ഏതായാലും ശക്തമായ പ്രതിഷേധം CPMന്റെ ഭാഗത്തു നിന്നും ബഹുജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുന്നു എന്നതാണ്. കാരണം ഇത് ഇത്രയും കാലം അല്ലെങ്കിൽ വീണ ജോർജിനെ പ്രതിരോധത്തിൽ നിർത്തിയ, സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തിയ, ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിൽ നിർത്തിയ ഒരു വിഷയത്തിൽ നിന്നും നേരെ തിരിച്ച് അത് പ്രതിപക്ഷ സംഘടനകൾക്ക് നേരെ ഒരു വിഷയമാക്കി തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും അതിനെ CPM ആ രീതിയിൽ തന്നെയാണ് നേരിടുന്നത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. അത് കേരളത്തിലെമ്പാടും ഉണ്ടാകുമെന്ന് DYFI വ്യക്തമാക്കി കഴിഞ്ഞു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു ഇതൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക്, കേരളത്തിലുടനീളം ശക്തമായ പ്രതിഷേധത്തിലേക്ക് CPM നീങ്ങും എന്നതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 3:15 വന്ദേ ഭാരത് ട്രെയിന് കണ്ണൂരിലെ വിവിധ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്താണ് KSUവിന്റെ ഭാഗത്ത് പ്രതിഷേധം ഉണ്ടാകുന്നത്. KSUവിന്റെ 3 പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലായിരുന്നു. MC അതുലാണ് കൂടി കാണിക്കാനായി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് എത്തിയത്. ആ സമയത്ത് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. മന്ത്രി ഈ പോലീസ് സന്നാഹം ആദ്യം MC അതുലിനെ തടഞ്ഞു. അങ്ങനെ MC അതുലിനെ തടഞ്ഞ സമയത്താണ് മന്ത്രി പറഞ്ഞത് എനിക്ക് മുന്നോട്ടേക്ക് പോകണം, എന്നെ തടസ്സപ്പെടുത്തരുതെന്ന്. അങ്ങനെ മന്ത്രിയും പോലീസുകാരും തമ്മിൽ വാഗ്വാദം ഉണ്ടായി. പോലീസുകാർ പറഞ്ഞു മന്ത്രിക്ക് പോകാമെന്ന്. ആ സമയത്ത് KSU പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. ആ സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമം തനിക്കെതിരെ ഉണ്ടായി എന്ന ശരി ഫെലിക്സ്.